നാളെ ശിവരാത്രി അല്ലേ, അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. നമുക്കിന്ന് ഇച്ചിരി കുമ്പളപ്പം ഉണ്ടാക്കാം. ഇച്ചിരി ശർക്കര ചിരണ്ടി എടുക്കുക ആദ്യം കേട്ടോ. പിന്നെ ഗോതമ്പൊടി ഏത് വേണേലും എടുക്കാം. ഞാൻ എലൈറ്റിൻ്റെ എടുത്തത്. തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏലക്കായും ജീരകം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക ഞാനത് അടിച്ചിട്ട് അതിനകത്തുനിന്ന് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്താലേ മയം കിട്ടത്തുള്ളൂ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണ് തേങ്ങായും ഏലക്കയുടെ തൊലി എടുത്തിട്ടില്ല, തൊലി കടിക്കുമല്ലോ അതുകൊണ്ട്. എന്നിട്ട് 4 പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. അവരവരുടെ ആവശ്യത്തിന് എടുക്കാം. മയം കിട്ടാൻ വേണ്ടി നമ്മൾ പഴം ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കര, പിന്നെ ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് കൂടും. ഇതിനകത്തൊന്നും ഇല്ലായിരുന്നുള്ളതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാനൊന്നും സമയമില്ല. ഏകദേശം ഞാനിത് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് രാത്രി 12 മണിയൊക്കെ ആയി. അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല. അതേപോലെ തന്നെ കഴുകി വെച്ചിരുന്ന ഭക്ഷണയിലേക്കകത്തോട്ട് ജസ്റ്റ് ഞാൻ ഈർക്കിലൊന്നും കുത്തി വെച്ചില്ല. ഇത് പണ്ടത്തെ അമ്മമാർ ചിലർ ഈർക്കിലൊക്കെ കുത്തി വെക്കും കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വളച്ച് അതിനകത്തോട്ട് നമ്മുടെ എന്താ പറയുക, ഈ മാവ് നിറച്ച് കുത്തി ഈ രൂപത്തിലാക്കി വെച്ചേക്കും. ഏകദേശം കുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആവി കയറ്റാനായിട്ട് വെക്കാം. എല്ലാം എടുത്ത് നമുക്ക് ഇഡ്ഡലിക്കുട്ടകത്തിനകത്ത് വെച്ച് ആവി കയറ്റാം. ഏകദേശം എല്ലാം ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ച് കഴിഞ്ഞ് നമുക്കിനി അടച്ച് ആവി കയറ്റാം. നമുക്ക് ഒരു 20 മിനിറ്റെങ്കിലും വേവുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഭക്ഷണയിലയുടെ സൂപ്പർ മണമാണ്. ഉണ്ടാക്കി നോക്കാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.